പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനവും പാരഡി ഗാനമാണെന്ന് എഴുത്തുകാരൻ പള്ളിക്കോണം രാജീവ്. ഇപ്പോൾ ഈ ഒരു പാരഡി ഗാനത്തിൽ വിവാദം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാമിയെ അയ്യപ്പ ഗാനവും ഒരു പാരഡി ഗാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തെ എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തി ഗാനവും ഒരു പാരഡി ഗാനമാണ്. മറ്റൊരു പാട്ടിന്റെ ഈണത്തെ അനുകരിച്ച് വരികൾ എഴുതുന്ന രീതിയാണ് പാരഡിയുടേത്, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകൻ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനെ യാ അള്ള എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തിഗാന രചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനം. ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് എപ്പോഴുമുള്ള നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് ജാതിമത വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി അതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചത്. മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടുവാൻ തമിഴർക്കെല്ലാം ചിരപരിചിതനായ ഈ ഈണം സഹായകമായി. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈര്യം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ വൈമനസ്യം തോന്നിയെന്നും വരാം. ഹിന്ദുക്കളുടെ പാട്ടും കലയും മറ്റുള്ള മതക്കാർ അടിച്ചു മാറ്റുന്നുവെന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പരിഹാസമുയർത്തുന്ന സാഹചര്യത്തിൽ ഈ അറിവ് അവർക്കൊരു തിരിച്ചടിയായിരിക്കും. ഡോക്ടർ ഷൺമുഖം തമിഴ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു. ദ്രാവിഡ കഴക പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ അനുയായിയായി മാറിയ ഷൺമുഖം ഗണപതി വിഗ്രഹങ്ങളിൽ ചെരുപ്പുമാല ചാർത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു. നാസ്തികനിൽ നിന്ന് ഭക്തനിലേക്കുണ്ടായ മാറ്റത്തിന് ഒരു മാരക രോഗത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കാരണമായത്. തുടർന്ന് തമിഴിൽ 400ഓളം ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മിക്ക ഗാനങ്ങളും ഏറെ ജനപ്രിയമായി മാറി. ശിർക്കാഴി ഗോവിന്ദരാജൻ പാടി പ്രശസ്തമാക്കിയ വിനായകനെ വിനയ് തീർപ്പവനെ എന്ന ഗാനവും പള്ളിക്കെട്ടിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. ഒരു ഗാനത്തിന്റെ പാരഡിയായി മറ്റൊരു ഗാനം രചിക്കുന്ന രീതി പണ്ടുമുതലേ ഭക്തിഗാന രചനകളിൽ സാധാരണമാണ്. പഴയകാലത്ത് ജനപ്രിയ സിനിമാ ഗാനങ്ങളുടെ പാരഡിയായി ഭക്തിഗാനം രചിച്ച് അച്ചടിച്ചു വരുന്ന പാട്ട് പുസ്തകത്തിൽ പ്രസ്തുത സിനിമാ ഗാനത്തിന്റെ മട്ടിൽ എന്ന് പാട്ടിന് മുമ്പായി എഴുതി ചേർക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പാട്ടുകൾ സന്ധ്യാനാമ കീർത്തനങ്ങളായി അമ്മമാർ ഭക്തിയോടെ ചൊല്ലി കേൾക്കാറുമുണ്ട്. ഭക്തിഗാനത്തെ പാരഡിയാക്കി കോമഡി പാട്ടുകൾ വരെ പലരും എഴുതി പാടിയിട്ടും കടുത്ത വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശസ്ത കോമഡി ഖാദികൻ വി.ഡി. രാജപ്പൻ ശങ്കര പോത്തിനെ തല്ലാതട എന്ന പാരഡി ഗാനം, ശങ്കര നാദശരീരപര എന്ന ഗാനം ഭക്തിഗാനമേളയിൽ പാടി പേരെടുത്ത ഗായകരും സ്വകാര്യമായി പാടി ആസ്വദിച്ചിട്ടുണ്ടാകും. പലപ്പോഴും നല്ല ആശയസമ്പൂർണമായ കവിത്വമുള്ള വരികളോട് കൂടിയ ഗാനങ്ങളുടെ ഈണം തമാശ ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിലവാരം കുറഞ്ഞ വരികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും അതൊക്കെ വൈകാരികമായി പ്രകടിപ്പിക്കുകയോ പാട്ട് പിൻവലിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ വിരളമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ, അദ്ദേഹം പറയുന്നു.